ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഞ്ഞിവെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നോൺ സ്റ്റിക്ക് പോലെ ഈ മൺചട്ടി എങ്ങനെ മയക്കിയെടുക്കാമെന്നാണ്. സാധാരണ നമ്മൾ മൺചട്ടിയിൽ 2-3 ദിവസമൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് മൺചട്ടി മയക്കിയെടുക്കാറ്. അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ച് തേയില തിളപ്പിച്ചും എടുക്കാറുണ്ട്. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു വെച്ചാൽ തന്നെ മൺചട്ടിയുടെ സ്മെല്ല് പൂർണ്ണമായും മാറില്ല. അതുമാത്രവുമല്ല, വിറകടുപ്പിൽ വെച്ചാൽ മാത്രമേ അത് കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റില്ല. മിക്കവാറും വീടുകളിൽ ഗ്യാസ് അടുപ്പിൽ വെക്കുന്ന മൺചട്ടികൾ ഇതുപോലെ പൊട്ടിയിരിക്കുന്നത് കാണാം. ഇനി ഈ ചട്ടികൾ പൊട്ടില്ല, എത്ര വർഷം കഴിഞ്ഞാലും പൊട്ടില്ല. ഇനി ഇത് പൊട്ടിക്കണമെങ്കിൽ തറയിൽ എടുത്തെറിഞ്ഞിട്ട് പൊട്ടിക്കണം. ഇതുപോലെ പൊട്ടിയ ചട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഒരു ചട്ടി പുതിയത് വാങ്ങി മയക്കിയെടുത്ത ചട്ടിയാണ്. ഒരു ചട്ടി 5 വർഷമായി ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഇത് എങ്ങനെ മയക്കിയെടുത്തതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനായി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് നല്ലതുപോലെ നമ്മൾ വെളിച്ചെണ്ണ നല്ലതുപോലെ അകത്തും പുറത്തും എല്ലാം വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഈ ചട്ടി അതിൽ ഇറക്കി വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. ഇപ്പം വെളിയിലൊക്കെ നല്ല വെയിലുണ്ട്. ആ വെയിലും കൂടെ ഒന്ന് കൊള്ളിച്ചെടുക്കുക. നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഈ വെളിച്ചെണ്ണ എല്ലാം നല്ലതുപോലെ ഇതിനകത്ത് പിടിച്ച് ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയും കിട്ടും. വെയിൽ കൊള്ളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് വെയിൽ നല്ല മുറ്റത്ത് നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ കൊള്ളിക്കുന്നതേ ഉള്ളൂ. ആ എണ്ണ എല്ലാം ചട്ടിയിലോട്ടൊന്ന് പിടിച്ച് ആ വെയിൽ കൊണ്ട് നല്ല കളർ മാറി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇതിനകത്ത് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഈ ചട്ടി ഒന്ന് മൊരിച്ചെടുക്കണം. ഇനി ഈ ചിരട്ട കത്തിച്ച് ഈ മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചട്ടിയിൽ ചിരട്ട കത്തിപ്പിടിക്കുമ്പോൾ വെളിയിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. അവിടെ കുറച്ച് മുന്തിരിയും കോവലും ഒക്കെ നിപ്പുണ്ട്. അതിനേക്ക് കുറച്ച് പുകയും ആവും. എനിക്കിവിടെ ചെറിയ രീതിയിലൊക്കെ കുറച്ച് കൃഷിയുണ്ട്. അപ്പം അതിനൊക്കെ പുകയുമാവും. ഞാൻ സാധാരണ ഈ രീതിയിലാണ് ചെയ്യാറ്. പുക കൊടുക്കാറുണ്ട്. ആ മുന്തിരി കോവല് പൂക്കാനൊക്കെ സഹായിക്കും അത് പെട്ടെന്ന്. മുന്തിരിയൊക്കെ വലിയ മരങ്ങളൊന്നുമല്ല, ചെറിയ മരങ്ങളാണിത്. 1 വർഷം പോലും തികഞ്ഞിട്ടില്ല ഈ മുന്തിരി നട്ടിട്ട്. അതിനു മുമ്പേ ഇഷ്ടം പോലെ മുന്തിരി പിടിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ഈ പുക കൊടുക്കുന്നത് നല്ലതാണ്. പൂക്കാൻ സഹായിക്കും പെട്ടെന്ന്. ഇനി ഈ ചട്ടിയിൽ നല്ലതുപോലെ ഈ തീ എല്ലാം കൂടെ നല്ലതുപോലെ പുരട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് അണഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഈ ചട്ടി ഇനി ഒന്ന് മൊരിഞ്ഞു വരും. നല്ലതുപോലെ മൊരിഞ്ഞ് ഇതിൻ്റെ വെയിറ്റ് വരെ ഒന്ന് കുറഞ്ഞു കിട്ടും.
കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഈ സൈഡിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും നമുക്ക്. ഈ തീയുടെ കണലെല്ലാം ഒന്ന് അണഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് പൊട്ടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനായി ചട്ടി നമ്മളൊന്ന് കമത്തി ഇട്ട് കൊടുക്കണം. കമത്തി ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് സിമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ സിമൻറ്റ് കുറേശ്ശെ ഈ ചെവിട്ടിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഒരു ഉറ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മുടെയൊക്കെ വീട്ടുകളിൽ പഴയ ചട്ടികളൊക്കെ, ഗ്യാസിൽ വെച്ച ചട്ടികളൊക്കെ കിടപ്പുണ്ടെങ്കിൽ, ചെവിട് പൊട്ടിയതുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാവുന്നുണ്ട്. ആ ചട്ടികളൊന്നും എടുത്ത് കളയേണ്ടതില്ല. ഇനിയിപ്പം നമ്മൾ ഇച്ചിരി നനഞ്ഞ തുണിയെടുത്ത് ഇതുപോലെ സൈഡ് മൊത്തം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ചട്ടി കാണാനൊരു ഭംഗി കാണുമല്ലോ, ഇല്ലേ പിന്നെ വൃത്തികേടായിപ്പോവും. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ പറയുന്നത്. ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ വൃത്തിയാക്കി എടുത്ത പാട് നമ്മൾ ചട്ടിയിൽ ഒന്ന് ഉണങ്ങിയെന്നും പറഞ്ഞ് ഗ്യാസിൽ വെക്കാൻ പോകരുത്. ഒരു 2-3 ദിവസത്തേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം കുടഞ്ഞിട്ട് ഇതൊന്ന് ഉറപ്പിച്ചെടുക്കണം. ഉറപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കേണ്ടത്. ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെക്കുന്ന ചട്ടികളാണെങ്കിൽ ഒരിക്കലും പൊട്ടില്ല. ഇനി പൊട്ടണമെങ്കിൽ നമ്മളെടുത്ത് എറിയണം. സാധാരണ രീതിയിലുള്ള മയക്കിയ ചട്ടിയാണെങ്കിലും ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല. ഏറിയാൽ 1 വർഷം നമ്മൾ ചട്ടികളിങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഈ ചട്ടി ഇതുപോലെ ഉപയോഗിക്കാം. ഞാൻ ആദ്യം തന്നെ അതിനകത്ത് തേങ്ങ വറുക്കുന്നുണ്ട്. തേങ്ങ വറുത്തെത്തിക്കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് പാലപ്പം ചുട്ടു വെക്കാം. ഇതിലോട്ട് നോൺ സ്റ്റിക്ക് പോലെ തന്നെ മാവ് വിണ്ട് വരുന്നത് കണ്ടോ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുക്കണം.